കള്ളപ്പട്ടയുണ്ടാക്കിയെന്ന് പറയുന്നു. നിങ്ങൾ അതിന്റെ രേഖ ഹാജരാക്ക്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ യാതൊരു കേസുമില്ലെന്ന എം ലംബോദരന്റെ വാക്കുകൾ കള്ളമാണെന്നാണ് കോട്ടയം കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച ഈ കുറ്റപത്രം വെളിപ്പെടുത്തുന്നത്. ചിന്നക്കനാലിലെ വേണാട് താവളത്തിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള സർക്കാർ ഭൂമി വ്യാജപട്ടയം ഉപയോഗിച്ച് സ്വന്തമാക്കിയതിന് എം ലംബോദരനെ രണ്ടാം പ്രതിയാക്കിയാണ് ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന PT കൃഷ്ണൻകുട്ടി ഈ കുറ്റപത്രം നൽകിയിരുന്നത്. ലംബോദരനും അളിയൻ രാജേന്ദ്രനുമൊപ്പം റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിലെ 6 ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. ചിന്നക്കനാലിലെ വേണാട് താവളത്തിലുള്ള സർക്കാർ ഭൂമി റവന്യൂ രേഖകളിൽ തിരുത്തൽ വരുത്തി സ്വന്തമാക്കിയെന്ന ഗുരുതരമായ കുറ്റമാണ് ലംബോദരനെതിരെ വിജിലൻസ് ചുമത്തിയിരിക്കുന്നത്. വില്ലേജ് രേഖകളിൽ തിരുത്തൽ വരുത്തി റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സർക്കാർ ഭൂമി ലംബോദരൻ രജിസ്റ്റർ ചെയ്തെന്നാണ് വിജിലൻസിന്റെ കുറ്റപത്രം പറയുന്നത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ലംബോദരൻ നടത്തിയ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും വിജിലൻസ് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ നൽകിയിരുന്നു. ലംബോദരനെ സഹായിച്ച ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സ്റ്റുവർട്ട് ജേക്കബാണ് കേസിൽ 1-ാം പ്രതി. വില്ലേജ് ഓഫീസർമാരായ ഉഷാദേവിയും MG സാബുവും വില്ലേജ് അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ നായരും കേസിൽ പ്രതികളാണ്. ലംബോദരന് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് സഹായം നൽകിയ രാജകുമാരി സബ് രജിസ്ട്രാറായിരുന്ന മോഹൻദാസും ഇവിടുത്തെ ജീവനക്കാരൻ സെബാസ്റ്റ്യനും കേസിലെ മറ്റു പ്രതികളാണ്. കേസിന്റെ വിചാരണ നടപടികൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലാണ്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.